ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കേരള എക്കണോമിയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു ഇൻട്രൊഡക്ഷൻ, കേരള എക്കണോമിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ഗ്രോത്ത്, അതുപോലെ തന്നെ SGDP, പെർ ക്യാപിറ്റ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയത്. ഈ തവണ ഈ ക്ലാസ്സിൽ നമുക്ക് റിസോഴ്സ് മൊബിലൈസേഷനെ കുറിച്ച് നോക്കാം. എന്താണ് റിസോഴ്സ് മൊബിലൈസേഷൻ നോക്കാം. ആദ്യം തന്നെ ഒരു എന്താ പറയുക, എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള നാഷണൽ ഒരു സൊസൈറ്റിയൽ ഗോൾസിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള, അതുപോലെ ഹ്യൂമൻ, നാച്ചുറൽ റിസോഴ്സസ്, ഇത്തരമുള്ള എല്ലാ റിസോഴ്സസുകളെയും അക്വയർ ചെയ്യും, അതിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയാം. അപ്പം ഇത് നമുക്ക് ആദ്യം റിസോഴ്സസ് ഐഡന്റിഫൈ ചെയ്യും, പിന്നെ അതിനെ ഓർഗനൈസ് ചെയ്യും, പിന്നെ അത് എഫക്റ്റീവ്ലി യൂട്ടിലൈസും ചെയ്യും. ഓക്കെ, അപ്പം അതെന്ന് വെച്ചാൽ ചെറിയ റിസോഴ്സസിൽ മാക്സിമം എഫിഷ്യൻസിയിൽ യൂസ് ചെയ്തിട്ട് എക്കണോമിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ആക്ച്വലി ഗവൺമെന്റുകൾ ഒക്കെ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ കേരള എക്കണോമിയുടെ റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗവും നടക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിന്റെ ബഡ്ജറ്റിന്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഈ ബഡ്ജറ്റിന്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ബഡ്ജറ്റ് മാത്രമായിരിക്കണം എന്നില്ല. ഇപ്പോൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ ബഡ്ജറ്റ് 2025-26 അതിന് മുമ്പത്തെ കാര്യങ്ങളും ഒരുപക്ഷെ ചോദിച്ചേക്കാം. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബഡ്ജറ്റിനെ കുറിച്ചിട്ടാണ്. അത് അതേ രീതിയിൽ നിങ്ങൾക്ക് ഏത് വർഷത്തെ വേണമെങ്കിലും പഠിക്കാം, അതിനനുസരിച്ച് തയ്യാറാവാം എക്സാമിന്. ഓക്കെ, ഈ ഒരൊറ്റ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് റിസോഴ്സ് മൊബിലൈസേഷൻ നിങ്ങൾക്ക് എന്താ പറയാ കവറാക്കിയെന്ന് ഞാൻ ഒരു അവകാശവാദം ഒന്നും ഉന്നയിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ധാരണ എന്തായാലും കിട്ടും. ഇനി കൂടുതൽ പഠിക്കേണ്ടവർക്ക് കൂടുതൽ പഠിക്കാനുള്ള ഡോക്യുമെന്റ്സുകളും ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ തവണത്തെ ബഡ്ജറ്റിന്റെ കുറച്ച് ഹൈലൈറ്റ്സുകൾ നോക്കാം. ഓക്കെ, കേരളത്തിന്റെ GSDP ഒരു 14 ട്രില്യൺ. നമ്മൾ ഈ വലിയ സംഖ്യകളെ പഠിക്കുമ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള ഈ ട്രില്യൺ അല്ലെങ്കിൽ മില്യൺ എന്നുള്ള രീതിയിൽ പഠിക്കാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 14 ട്രില്യണോളം GSDP വരും. ഇത് കഴിഞ്ഞ വർഷത്തെ അതായത് 2024-25 റിവൈസ്ഡ് എസ്റ്റിമേറ്റിനേക്കാളും 12% കൂടുതലാണ്. ഈ 14 ട്രില്യൺ എന്ന് പറയുന്നത് കറണ്ട് പ്രൈസിലാണ്. സാധാരണ ഇപ്പോഴത്തെ നമ്മുടെ പ്രൈസിലാണ് നോക്കുന്നത്, കോൺസ്റ്റന്റ് പ്രൈസിലല്ല. ഓക്കെ, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ നമ്മൾ അതായത് ടോട്ടൽ ബഡ്ജറ്റ് എത്രയാണെന്നാണ് നോക്കുന്നത്. അത് 1.98 ട്രില്യൺ ആണ്. അതായത് 1,98,582 കോടി രൂപയാണ് ബഡ്ജറ്റ്, നമ്മുടെ കേരള ഗവൺമെന്റ് ബഡ്ജറ്റ്. ഓക്കെ, എക്സ്പെൻഡിച്ചർ ആയിട്ട് നോക്കുന്നത് അത് എത്രയാണ്? 11% കൂടുതലാണ് കഴിഞ്ഞ തവണത്തേക്കാളും, അതായത് 24-25 കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ റെസിപ്റ്റ് എത്രയാണ് പൈസ നമുക്ക് കിട്ടുന്നതെന്ന്, അത് ഈ പറഞ്ഞ കടം അല്ലാത്ത എത്ര പണം നമുക്ക് റെസിപ്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളതാണ്. ഈ റെസിപ്റ്റ് എന്താണ് റവന്യൂ എന്താണ് എന്നൊക്കെ ഉള്ളത് ഈ ബേസിക്സ് എക്കണോമിക്സ് ആണ്. അതൊന്നും നിങ്ങൾ ആദ്യം പഠിക്കുകയും വേണം കേട്ടോ. ഈ ബഡ്ജറ്റ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് റെസിപ്റ്റ് എന്താണ്, ക്യാപിറ്റൽ റെസിപ്റ്റ് എന്താണ്, റവന്യൂ റെസിപ്റ്റ് എന്താണ്, എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, അതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. അതൊക്കെ അറിയാം എന്നുള്ള രീതിയിൽ ഞാൻ മുൻധാരണയിലാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ റെസിപ്റ്റ് 1,53,544 കോടി, അതായത് 1.53 ട്രില്യൺ. ഓക്കെ, ഇതും 15% കൂടുതലാണ് കഴിഞ്ഞ വർഷത്തിനേക്കാൾ. അപ്പൊ റവന്യൂ ഡെഫിസിറ്റ് എത്രയാണെന്നുള്ളതാണ്, ഇതൊന്നും പഠിക്കേണ്ടി വരും കേട്ടോ. ഈ റവന്യൂ ഡെഫിസിറ്റ് ബാക്കിയുള്ള നമ്പേഴ്സ് ഒന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, ഞാനിത് കണ്ടിട്ടില്ല. ഈ 1.98 ട്രില്യൺ ആണ് നമ്മുടെ ബഡ്ജറ്റിന്റെ വാല്യൂ എന്നുള്ളതൊന്നും ഓർത്തിരിക്കാം. പക്ഷെ റവന്യൂ ഡെഫിസിറ്റ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. 1.9 GSDP 1.9 നമ്മുടെ
എന്ത് റവന്യൂ ഡെഫിസിറ്റ്. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷം 24-25 റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ 2.3 ഓക്കെ, അപ്പോൾ 0.4% റവന്യൂ ഡെഫിസിറ്റ് നമ്മൾ കുറച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് പഠിക്കണം. ഫിസിക്കൽ ഡെഫിസിറ്റ് ഇത്തവണത്തെ 3.2 ഓക്കെ, GDP-യുടെ. ഇത് കഴിഞ്ഞ തവണ 3.5 ഓക്കെ. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളിൽ ഒരു കാര്യം ആലോചിക്കാം. എത്രയാണ് ബഡ്ജറ്റ്? ടോട്ടൽ ബഡ്ജറ്റ് 1.98 ട്രില്യൺ. അതായത് ഒരു 2 ട്രില്യന് ഏകദേശം 2000 കോടി രൂപ മാത്രമേ കുറവുള്ളൂ. 1.18 ട്രില്യൺ. റവന്യൂ ഡെഫിസിറ്റ് എത്രയാണ്? 1.9. കഴിഞ്ഞ തവണ എത്രയായിരുന്നു? 2.3. അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഇത്തവണ 3.2, കഴിഞ്ഞ തവണ 3.5 ആയിരുന്നു. ഓക്കെ, ഇനി ഇതാണ് ടോട്ടൽ റെസീപ്റ്റ്സ്. നമുക്ക് ഒരു സംസ്ഥാനത്തെ റെസീപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ. ആദ്യത്തെ പാർട്ടിൽ എന്തായിരിക്കും? സ്റ്റേറ്റിന്റെ ഓൺ ടാക്സ് റവന്യൂ ആയിരിക്കും. രണ്ടാമത്തെ പാർട്ട് എന്തായിരിക്കും? സ്റ്റേറ്റിന്റെ ഓൺ നോൺ ടാക്സ് റവന്യൂ ആയിരിക്കും. മൂന്നാമത്തെ പാർട്ട് ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസ്, അതായത് നമ്മുടെ ഫിനാൻസ് കമ്മീഷന്റെ ഡെവല്യൂഷൻ വഴി കിട്ടുന്നത്. അതേപോലെ തന്നെ അടുത്തത് ഗ്രാൻഡ് ഇൻ എയ്ഡ്, ചില വ്യവസ്ഥകളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഗ്രാൻഡുകളാണ്. ഓക്കെ, ഈ ഗ്രാൻഡിൽ നമുക്കൊന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ഇനി ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അത് എടുക്കുന്നത് ആദ്യം. അപ്പോൾ നമുക്കറിയാം പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അതൊന്നും കിട്ടിയിട്ടില്ല. ഗ്രാൻഡ് ഫോർ റൂറൽ ലോക്കൽ ബോഡീസ്, അർബൻ ലോക്കൽ ബോഡീസ്, അതുപോലെ തന്നെ ഹെൽത്ത് സെക്ടറിന്, അതുപോലെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടും, അതുപോലെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടും. ഓക്കെ, പിന്നെ GST കോമ്പൻസേഷൻ അറിയാം, കഴിഞ്ഞ 2023 വരെ കിട്ടിയിരുന്നു. അതിനുശേഷം ഒരു വളരെ തുച്ഛമായിട്ടുള്ള 66 കോടി 24-25 കിട്ടി. അതിനുശേഷം GST കോമ്പൻസേഷൻ നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രാൻഡ് കേരളത്തിന് കിട്ടുന്നില്ല. കേരളത്തിനല്ല, ഒരു സംസ്ഥാനത്തിന് കിട്ടുന്നില്ല. ബാക്കിയുള്ള വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ, സ്റ്റേറ്റ് ഓൺ നോൺ ടാക്സ് റവന്യൂവിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂ ആണ് എടുക്കേണ്ടത്. ഏറ്റവും കൂടുതൽ GST ആണ്, 41% GST ആണ്. അതിന് തൊട്ട് താഴെ സെയിൽസ് ടാക്സും വാറ്റും വരുന്നുണ്ട്, 37%. അതിന് താഴെയായിട്ട് ടാക്സസ് ഓൺ വെഹിക്കിളിന്റെ ടാക്സ്, അതിന് തൊട്ട് താഴെ സ്റ്റാമ്പ് രജിസ്ട്രേഷൻ. ഓക്കെ, ഇത് ഇത്രയും വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സൈസ് ഡ്യൂട്ടി 3%. അപ്പോൾ ഇതിന്റെ ഹൈറാർക്കിക്കൽ ഓർഡർ ഏതാണ് കൂടുതൽ? അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും ചോദിക്കാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സംസ്ഥാന വരുമാനത്തിന്റെ ഏറ്റവും കൂടുതൽ എത്രയാണ്? 41% GST ആണ്. ഓക്കെ, സെയിൽസ് ടാക്സ് രണ്ടാമതാണ് വരുന്നത്. ഓക്കെ, അടുത്തത് നോൺ ടാക്സ് റവന്യൂ ആണ്. നോൺ ടാക്സ് റവന്യൂല് സംസ്ഥാനത്തിന് നോൺ ടാക്സ് റവന്യൂല് 74% വരുന്നത് ഇവിടുന്നാണ്, ലോട്ടറി എന്നാണ് കേട്ടോ. ഓക്കെ, ലോട്ടറി എന്നാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതേഴ്സ് എന്ന ഹെഡിലാണ് 12% വരുന്നത്. അതിന് തൊട്ട് താഴെ നോൺ ഫെറസ് മൈനിങ് ആൻഡ് മെറ്റലർജിക്കൽ ഇൻഡസ്ട്രീസ്, മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് താരതമ്യേന അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോട്ടറീസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പൊതുവെ പറയുമല്ലേ, സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് ലോട്ടറിന്നും പിന്നെ മദ്യത്തിന്നാണ്. അപ്പൊ അത് മദ്യം ഇതിൽ കാണുന്നില്ല അല്ലെ, ശ്രദ്ധിച്ചോ? നോക്കി, ഇതിൽ ലോട്ടറി മാത്രമേ 74% ഉള്ളൂ. ഈ അതേഴ്സിലും മദ്യമില്ല. ഓക്കെ, അതില് ഡിവിഡൻഡ് ആൻഡ് പ്രോഫിറ്റിൽ വെറും 1% വരുന്നുള്ളൂ. അപ്പൊ ആക്ച്വലി എന്താ ഉണ്ടാവുന്ന വെച്ചാൽ മദ്യത്തിൽ നമുക്ക് ലാഭമായിട്ടല്ല വരുമാനം കിട്ടുന്നത്. അതെന്തായിട്ടാണ് കിട്ടുന്നത്? ടാക്സ് ആയിട്ടാണ് കിട്ടുന്നത്. അത് ഏതിലാ വരിക? അത് ഈ വരുന്നത് ഈ ഹ്യൂമൻ കൺസംഷനിലുള്ള ആൽക്കഹോളിക് ഐറ്റംസ് GST ഉണ്ടാവില്ല. അപ്പം മറ്റത് സെയിൽസ് ടാക്സും അതുപോലെ തന്നെ എന്താ പറയാ, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ നോൺ സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂല് ഈ 37%, അതുപോലെ സ്റ്റേറ്റ് എക്സൈസിലെ 3% എന്തുണ്ട്? ഈ മദ്യത്തിൽ നിന്നുള്ള ടാക്സ് ഉണ്ട്. ഓക്കെ, അത് എത്ര ശതമാനമാണ് എന്നുള്ളത് വേറെ തിരിച്ച് നമുക്ക് ബഡ്ജറ്റിൽ കാണാൻ പറ്റില്ല. അത് വേറെ ഏതെങ്കിലും സോഴ്സ് നിന്ന് എടുക്കേണ്ടി വരും. ഓക്കെ,
ഇനി ഈ ടോട്ടൽ റെസിപ്റ്റ് ഒന്നുകൂടി ഒരു വേറൊരു മീൻസ് ക്യാപിറ്റൽ റെസിപ്റ്റും റവന്യൂ റെസിപ്റ്റായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ടോട്ടൽ 77% റവന്യൂ റെസിപ്റ്റ്സ് ആണ്. ഞാൻ വീണ്ടും പറയാണ്, ഇതൊക്കെ പഠിക്കുമ്പോൾ റവന്യൂ റെസിപ്റ്റ്സ് എന്താണ്, ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്താണ്, ഇത്തരത്തിലുള്ള എല്ലാ ടൈംസുകളും നിങ്ങൾ ബേസിക് എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്. അത് പഠിച്ചിട്ടാണ് ഇത് നോക്കേണ്ടത്, ഈ ബഡ്ജറ്റൊക്കെ വിശകലനം ചെയ്യേണ്ടത്. ഓക്കെ. സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂവിൽ 46%, പിന്നെ സ്റ്റേറ്റ് ഓൺ നോൺ ടാക്സ് റവന്യൂവിൽ 10%, സെൻട്രൽ ട്രാൻസ്ഫർ 21%. ഈ സെൻട്രൽ ടാക്സസും ഗ്രാൻഡ് ഇൻ എയ്ഡും കൂടിയിട്ട് ഇത്രയാണ് 77%. ബാക്കിയുള്ളത് 23% എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. ഓക്കെ. അതിൽ വരുന്നത് ലോൺ റിക്കവർ ചെയ്തിട്ട് 1%, അതർ റെസിപ്റ്റ്സ് വളരെ 0% ആണ്, ഒരു 63 കോടിയോ മറ്റോ വരുന്നുള്ളൂ. ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് ആണ് 23%. ഓക്കെ. അത് പബ്ലിക് ഡെപ്റ്റ് 21%, പബ്ലിക് അക്കൗണ്ട് 2%. ഓക്കെ. മനസ്സിലായോ? 23% നമ്മൾ ഏകദേശം കടം എടുത്തിട്ടാണ് നമ്മുടെ ബഡ്ജറ്റ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ. ബാക്കിയുള്ള 77% നമ്മുടെ റവന്യൂ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എക്സ്പെൻഡിച്ചർ നോക്കാം. ഓക്കെ. എന്തൊക്കെയാണ് എക്സ്പെൻഡിച്ചർ എന്ന്? അതിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആദ്യം നോക്കാം. അതിൽ 1, 2, 3 അത് നോക്കിയാൽ മതി. മറ്റത് ഓരോ സെക്ടർ ഏത് ഏരിയയിലാണെന്നുള്ളതാണ്. ഒന്ന് എ ജനറൽ സർവീസ്, ബി സോഷ്യൽ സർവീസ്, സി എക്കണോമിക് സർവീസസ്. ഓക്കെ. അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രാൻഡ് ഇൻ എയ്ഡ്, അതായത് സംസ്ഥാന ഗവൺമെന്റ് താഴെയുള്ള ഗവൺമെന്റുകൾക്ക് ചെയ്ത് കൊടുക്കുമല്ലോ, അതാണെങ്കിൽ ഈ ഗ്രാൻഡ് ഇൻ എയ്ഡ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നൊക്കെയാണ് ഗ്രാൻഡ് ഇൻ എയ്ഡ് ആയിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. നമ്മൾ എടുത്ത ലോണുകളുടെ ഇൻട്രസ്റ്റ് അടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് 18% ഉണ്ട്. അതിന് തൊട്ട് താഴെ പെൻഷനും അതർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും 16% ഉണ്ട്. ഓക്കെ. മൊത്തം ജനറൽ സർവീസ് 48%, 18% നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെന്റിലേക്കും 16% പെൻഷൻ പേയ്മെന്റിലേക്കാണ് അടയ്ക്കുന്നത്. അതുപോലെ എഡ്യൂക്കേഷൻ, സ്പോർട്സ്, ആർട്സ് ആൻഡ് കൾച്ചറിലേക്ക് 14%. ഓക്കെ. അപ്പൊ ഇതൊന്ന് അസെൻഡിങ് ഓർഡറിൽ പഠിച്ചോളൂ. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ 18%, അതിനുശേഷം പെൻഷനും അതർ ബെനിഫിറ്റ് 16%, എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ്, ആർട്സ് ആൻഡ് കൾച്ചറിൽ 14%. അതിന് തൊട്ട് താഴെ ഹെൽത്ത്, അതുപോലെ തന്നെ ഫാമിലി വെൽഫെയറിന് 6%. ഓക്കെ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എങ്ങനെയാന്ന് നോക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പബ്ലിക് വർക്ക് 1%, അതുപോലെ തന്നെ അതർ ജനറൽ സർവീസ് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണ്. എഡ്യൂക്കേഷൻ, സ്പോർട്സ്, ആർട്സ് ആൻഡ് കൾച്ചർ അതിൽ 2%, ഹെൽത്ത് ഫാമിലി 2%, വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് ഇതിനാണ് ഒരു 6% കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അതർ സർവീസസ് 8%. ഓക്കെ. എക്കണോമിക് സർവീസസിൽ നമ്മുടെ എന്താ പറയാ, റൂറൽ ഡെവലപ്മെന്റ് 11%, ട്രാൻസ്പോർട്ടിന് 19%, എക്കണോമിക് സർവീസസിൽ 40%, ലോൺ ഡിസ്പേഴ്സ് ചെയ്യുന്നത് 11%. ഓക്കെ. ഇത് 11% ഈ അതുപോലെ 17% ഒക്കെ കാണുന്നത് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് കേട്ടോ. മൊത്തം ബഡ്ജറ്റിന്റെ 9.6% ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നുള്ളൂ. അപ്പൊ അതുകൂടി ശ്രദ്ധിക്കണം. ഈ നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ റൂറൽ ഡെവലപ്മെന്റ് 11% ചെലവാക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ബഡ്ജറ്റിന്റെ 11% അല്ല. ഈ 1.8 ട്രില്യൺ വരുന്ന നമ്മുടെ എന്താ പറയാ ബഡ്ജറ്റിന്റെ വെറും എത്രയാണ്, 19,000 കോടി രൂപ മാത്രമാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ചെലവാക്കുന്നത്. അതിന്റെ പെർസെൻറ്റേജ് ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ. ആ കൂടി കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ. മൊത്തം ബഡ്ജറ്റ് എത്രയാണ്, 1.8 ട്രില്യൺ. അതിൽ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്, വെറും 19,000 കോടി. ഓക്കെ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരള. അടുത്തത് നോക്കാം. ഇപ്പം ജസ്റ്റ് ഒന്ന് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഡീറ്റെയിൽസ്. എഡ്യൂക്കേഷനിൽ 13.4% ആണ് എക്സ്പെൻഡിച്ചർ 2025-26. ഇതെന്താണ്, നാഷണൽ ലെവലിനേക്കാളും കുറവാണ്. ഓക്കെ.
നാഷണൽ ലെവലിൽ ഓരോ സ്റ്റേറ്റും ഓരോ സ്റ്റേറ്റിൻ്റെയും ബഡ്ജറ്റിൽ ആവറേജ് എത്രയാണ്? 15ആണ്. നമ്മൾ 13.4ആണ്. എഡ്യൂക്കേഷനിൽ മൊത്തം സ്റ്റേറ്റുകൾ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ആവറേജിന് താഴെയാണ്. ഹെൽത്തിൽ അതുപോലെ തന്നെയാണ്. മൊത്തം നാഷണൽ സ്റ്റേറ്റ് ആവറേജ് 6.2ആണ്. ഹെൽത്തിൽ നമ്മൾ വെറും 5.5ആണ് ചെയ്യുന്നത്. ഓക്കെ, അർബൻ ഡെവലപ്മെന്റിൽ നമ്മൾ നാഷണൽ ആവറേജ് 3.3ആണ്. നമ്മൾ 1%ആണ്. വളരെ കുറവാണ് അതൊക്കെ. അപ്പോൾ റോഡ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ഹെഡിൽ 4.3ആണ് നാഷണൽ ആവറേജ്. നമ്മൾ 2.3ആണ്. ഓക്കെ, ഹൗസിങ്ങിൽ 1.3ആണ് മറ്റ് സംസ്ഥാനങ്ങൾ. നമ്മൾ 0.1%ആണ്. വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷനിൽ 2.5%ആണ് മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും നാഷണൽ ആവറേജ്. നമ്മൾ 0.7ആണ്. അപ്പം ഈ എഡ്യൂക്കേഷനിലും ഹെൽത്തിലും അർബനിലും റോഡ്സും ബ്രിഡ്ജിൽ ഹൗസിങ്ങിൽ വാട്ടർ സപ്ലൈ ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും വളരെ കൂടുതലാണ് മറ്റുള്ള സ്റ്റേറ്റുകൾ സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ. ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചറിൻ്റെയും റിസീപ്റ്റിൻ്റെയും ഇത് ഇപ്പോൾ പറയാൻ കൂടുതലായിട്ടൊന്നുമില്ല. പക്ഷെ ആ നമ്പേഴ്സൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എല്ലാ നമ്പറല്ല, ഞാൻ പറഞ്ഞ നമ്പേഴ്സ് ഓർമ്മയുണ്ടല്ലോ. ബഡ്ജറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് 1.98 ട്രില്യൺ. ഫിസിക്കൽ ഡെഫിസിറ്റ് 3.2. റവന്യൂ ഡെഫിസിറ്റ് 1.9. അത് ഈ വർഷം. കഴിഞ്ഞ വർഷത്തെയും അത് പ്രീവിയസ് ഇയറിൻ്റെയും അത് പഠിക്കണം. അതുപോലെ തന്നെ ഏറ്റവും സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂവിൽ ഏറ്റവും കൂടുതൽ GST, അതിനുശേഷം സെയിൽസ് ടാക്സ് ആൻഡ് VAT. സ്റ്റേറ്റ് ഓൺ നോൺ ടാക്സ് റവന്യൂവിൽ ഏറ്റവും കൂടുതൽ എന്താണ്? ലോട്ടറിയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അത് കാര്യങ്ങൾ പഠിക്കാം. അതുപോലെ തന്നെ ഏതൊക്കെ സെക്ടറിൽ ഏകദേശം എത്ര എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ സ്റ്റേറ്റ് ബഡ്ജറ്റിലെ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഹെഡ് ഏതാണ്? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. അതിന് തൊട്ട് താഴെ എന്താണ്? പെൻഷനാണ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അത്രയെങ്കിലും മിനിമം ചെയ്യുക. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇലാബറേറ്റ് ആയിട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷത്തെ ഇതൊരു ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് അല്ലേ? കഴിഞ്ഞ വർഷത്തെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണ്. അതിന് മുമ്പത്തെ വർഷത്തെയാണ് ഒറിജിനൽ കംപ്ലീറ്റ് ആയിട്ട് ഡേറ്റ കിട്ടിയിട്ടുള്ള വർഷങ്ങൾ. അപ്പോൾ അത് വേണമെങ്കിൽ അതും പഠിക്കാം. ഓക്കെ, അതിനുള്ള ഡേറ്റ ഒക്കെ ഞാൻ അയച്ചുതരാം, ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഓക്കെ, ഇനി കേരളത്തിലെ ബഡ്ജറ്റ് നിങ്ങൾക്കറിയാലോ. ബഡ്ജറ്റിന് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. നമുക്ക് മൊത്തം ബഡ്ജറ്റിലെ 91% അല്ലെങ്കിൽ 90% നമ്മുടെ നിത്യവൃത്തിക്കുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശമ്പളം കൊടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മെയിൻ്റനൻസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്രാസ്ട്രക്ചറിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ നമ്മളിൽ പൈസ ഇല്ല. അപ്പോൾ ഈ വർഷത്തെ ബഡ്ജറ്റിൽ എത്രയാണ്? വെറും 9.6% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. വളരെ കുറവാണ്, ഏറ്റവും കുറവാണ് മറ്റുള്ള സംസ്ഥാനം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു പുതിയൊരു പോംവഴി നമ്മൾ ആലോചിച്ചു. ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഈ സ്ഥാപനങ്ങൾ തുടങ്ങുക. ഓക്കെ, അത് എന്തിനാ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഈ പറഞ്ഞ ബഡ്ജറ്റിനുള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇത്രയും പൈസ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ബഡ്ജറ്റിന് പുറത്ത് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാൻ നോക്കാം. ഓക്കെ, അങ്ങനത്തെ രണ്ട് സ്ഥാപനങ്ങളാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, കിഫ്ബി. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഒന്ന് കേരള സ്റ്റേറ്റ് സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ്. ഓക്കെ, ഈ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് നമുക്ക് തോന്നുന്നു ഇത് പെൻഷൻ കൊടുക്കാനും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കാനല്ല. ഇതെന്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ഗവൺമെന്റ് പറയുന്നത് ഇതൊരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ് ഈ പൈസ അടയ്ക്കുന്നത്, ഓക്കെ, കൊടുക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഇത് ഏതെങ്കിലും ബിൽഡിങ്ങുകളോ അത് പണിയാനോ മറ്റൊന്നല്ല. ഇതൊരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടാണ് എന്ത് കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് ഉണ്ടാക്കിയത്. ഇത് കിഫ്ബി ഒറിജിനൽ നമുക്കറിയാലോ അല്ലെ ഏതൊക്കെ ആണെന്ന്. മീൻസ് ഒറിജിനൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് നമ്മൾ എന്താണോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതൊക്കെ നടത്താനാണ് ഈ കിഫ്ബി എന്താ പറയുക എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് ഓൾറെഡി 1999 ഒരു സ്ഥാപനമായിരുന്നു. പക്ഷെ അതിനെന്ത് ചെയ്തു? 2016 മോഡിഫൈ ചെയ്തു. എന്നിട്ട് കിഫ്ബി എന്നുള്ള പേരിൽ നമ്മൾ പുതിയ ഒരു സ്ഥാപനത്തിന് രൂപം കൊടുത്തു, പുതിയൊരു ആശയത്തിന് രൂപം കൊടുത്തു. അപ്പൊ ഈ രണ്ട് സ്ഥാപനങ്ങളും എന്താണോ അത്
എന്തിനാണോ അത് തുടങ്ങിയത് ലക്ഷ്യം നിറവേറിയില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ ഫങ്ഷൻ ഇപ്പോൾ പരമാവധി ഇല്ലാത്ത രീതിയിലാണ്. എന്നാലും കഴിഞ്ഞ ഒരു 4-5 വർഷത്തിൽ വലിയ ചർച്ചകൾ നമ്മുടെ കേരള എക്കണോമിയിൽ നടന്ന സ്ഥാപനങ്ങളാണ് ഇവ. പ്രത്യേകിച്ച് ഈ റിസോഴ്സ് മൊബിലൈസേഷന്റെ ഭാഗമായിട്ട് വലിയ ഡിസ്കഷൻസ് ഈ കിഫ്ബിനെ കുറിച്ചും കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റീസ് പെൻഷൻ ലിമിറ്റഡിനെ കുറിച്ചും നടന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ കിഫ്ബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 1999 കിഫ്ബിയുടെ നിയമം വന്നത്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം 2016 ഇത് അമെൻഡ് ചെയ്യാണ് ചെയ്തത്. എന്താണ് ഇതിന്റെ കീ ഫങ്ഷൻസ്? ബോണ്ട്, മസാല ബോണ്ട്, ലോണ് ഒക്കെ വഴി ഒരുപാട് ഫണ്ട് റേസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് അതിനെ ആദ്യം അപ്രൈസ് ചെയ്യുക, അതിനുശേഷം അപ്രൂവൽ കൊടുക്കുക, ഫിനാൻസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രൊജക്ട് എക്സിക്യൂഷൻ നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഫോക്കസ് സെക്ടർ? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, റോഡ്, പവർ, വാട്ടർ റിസോഴ്സസ്, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, എങ്ങനെയാണ് ഫണ്ടിങ് മെക്കാനിസം എന്നുള്ളത്? ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും, ഗവൺമെന്റ് റീപേയ്മെന്റ് ഗ്യാരണ്ടി ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഒരു റവന്യൂ സ്ട്രീം, സ്റ്റഡി റവന്യൂ സ്ട്രീം ഉണ്ട്. അതെന്താ, പെട്രോളിയത്തിന്റെ സെസ്സും മോട്ടോർ വെഹിക്കിൾ ടാക്സും ഇതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആദ്യം ഒരു വലിയ ലോൺ എടുക്കാം, അതിനുശേഷം അതിന് വരുമാനത്തിന് ഈ പറഞ്ഞ പെട്രോളിയം സെസ്സിന്റെയും മോട്ടോർ വെഹിക്കിൾ ടാക്സിനും കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഈ ലോണുകൾ കുറേശ്ശായിട്ട് അടച്ചു തീർക്കാം, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചു തീർക്കാം. ഓക്കെ, ഇതാണ് ഐഡിയ. അതുപോലെ തന്നെ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യും. എന്താണ് മസാല ബോണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മേജർ പ്രൊജക്ടുകൾ എന്തൊക്കെയായിരുന്നു? കെഫോൺ അറിയാലോ, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്, അതുപോലെ ഹിൽ ഹൈവേ, വിഴിഞ്ഞം പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ മോഡേണൈസേഷൻ, ക്യാൻസർ കെയർ നെറ്റ്വർക്ക്. ഇതൊക്കെയായിരുന്നു മേജർ പ്രൊജക്ട്സ്. ഓക്കെ, ജസ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. 2016 എന്ത് മാറ്റമാണ് വരുത്തിയത് നോക്കി കഴിഞ്ഞാൽ, ഇത് ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു അതോറിറ്റി കൊടുത്തു. ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി പിന്നീട് സെബിയും ആർബിയും അപ്രൂവ് ചെയ്തതും കൂടിയാണ്. ഓക്കെ, സ്പെസിഫിക് റവന്യൂ സ്ട്രീംസ്, ഈ പറഞ്ഞ ഫ്യൂവൽ സെസ്സും പെട്രോളിയം സെസ്സും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ടാക്സും ഇത് യൂസ് ചെയ്യാം. ആ 2 റവന്യൂ സ്ട്രീംസ് യൂസ് ചെയ്യാമെന്ന് ഈ 2016 അമെൻഡ്മെന്റിലാണ് നമ്മൾ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ഫിനാൻഷ്യൽ ഏജൻസി ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാമെന്നും. ഓക്കെ, ഇനി എന്താണ് മസാല ബോണ്ട് നോക്കാം. മസാല ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസിന്റെ ഡിനോമിനേഷനിൽ, അതായത് നമ്മൾ ബോണ്ടുകൾ വിൽക്കുമ്പോൾ അത് ഇന്ത്യൻ രൂപ, ഇപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കുമ്പോൾ പൊതുവെ എന്താണ്, ഡോളറിൽ അല്ലെങ്കിൽ പൗണ്ടിൽ അല്ലെങ്കിൽ യൂറോയിൽ ഒക്കെ വിൽക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ യൂറോ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും രൂപ യൂറോന്റെ വാല്യൂ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ രൂപയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യം ഇപ്പോൾ ഒരു പൗണ്ട് 100 രൂപയാണെങ്കിൽ ഇപ്പൊ നമ്മൾ 100 രൂപ നമുക്ക് ലോൺ കിട്ടി. അതിനുശേഷം നമ്മൾ തിരിച്ചടക്കുന്ന സമയത്ത് ഒരു പൗണ്ട് 120 രൂപയാണെങ്കിലോ, അപ്പൊ നമ്മൾ 100 രൂപ കൊടുക്കുന്നതിന് പകരം 120 രൂപ കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ മസാല ബോണ്ടിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ 100 രൂപ എന്ന് പറഞ്ഞാൽ 100 രൂപ തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോഴും ഈ 100 രൂപയും അതിന്റെ പലിശയും കൊടുത്താൽ മതി. ഈ പറഞ്ഞ പൗണ്ടും ഡോളറും രൂപയും തമ്മിലുള്ള വ്യത്യാസം ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല, ഡോളറും രൂപയും തമ്മിലുള്ള വ്യത്യാസം ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ഓക്കെ, അതിനെയാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത്. ഇന്ത്യൻ രൂപയിലായതുകൊണ്ടാണ് അതിന് ഈ മസാല എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ സ്പൈസ് എന്നുള്ള അർത്ഥത്തിൽ ഒരു ഇന്ത്യൻ ഒറിജിൻ എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ഇതിനെ മസാല ബോണ്ട് എന്ന് പറയുന്നത്. ഈ രൂപയിൽ ഡിനോമിനേറ്റ് ചെയ്യണതിനാണ് എന്താ പറയാ മസാല ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 2019 കിഫ്ബി 2150 കോടി രൂപ, ഏകദേശം $312 മില്യൺ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇന്റർനാഷണൽ സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് നമ്മൾ എടുക്കേണ്ടായി. അതിന്റെ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.723 എന്നുള്ളതാണ്.
ഓക്കെ. ഇത് 5 വർഷത്തേക്കാണ് ആക്ച്വലി എടുത്തത്. ഈ പൈസ നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞ വർഷം 2024. അതിന് ശേഷം പിന്നെ എടുക്കാൻ പറ്റിയില്ല. എന്താ കാരണം നിങ്ങൾക്ക് അറിയാലോ, വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നതാണ്. ഈ കിഫ്ബി നമ്മൾ ഓഫ് ബഡ്ജറ്റായിട്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് കേന്ദ്രം നിർബന്ധം പിടിക്കുകയും കേന്ദ്ര ഗവൺമെന്റ് ഒരു NBC നമുക്ക് ഇമ്പോസ് ചെയ്യുകയും ചെയ്തു 2023. അപ്പൊ NBC എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ. അതിനു മുമ്പ് ഈ കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻസിന്റെ ജസ്റ്റ് ഒന്ന് ഒരു 2 വരിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഇനി അഥവാ എന്തെങ്കിലും ചോദ്യം വരികയാണെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റും. ഇത് ഒരു ഗവൺമെന്റ് ഓർഡർ വഴി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇത് ലെജിസ്ലേറ്റീവ് സ്ഥാപനമല്ല. കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് ഗവൺമെന്റ് ഹാവ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ കമ്പനി കേരള കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് ബൈ എൻ ഓർഡർ. ഓക്കെ. ഇത് അണ്ടർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയിട്ട്. ഓക്കെ. എന്തിന്? സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡ് പെൻഷൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഗവൺമെന്റിന് വേണ്ടിയിട്ട്. ഇതിന്റെ ചെയർമാൻ ആരായിരിക്കും? ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരിക്കും. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ടിനെ കുറിച്ച് വേറൊരു കാര്യം കൂടി പറയാൻ വെച്ചാൽ നമുക്ക് പബ്ലിക് സെക്ടർ, കേരളത്തിന്റെ പബ്ലിക് സെക്ടർ നമ്മൾ പൊതുവെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നമ്മൾ അറിയാലേ, തിരുവനന്തപുരം എയർപോർട്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ വാങ്ങാൻ ശ്രമം നോക്കി. ഇപ്പൊ കേരളത്തിന്റെ പൊതുവായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്താണ്? പൊതുമേഖലയിൽ ഒരുപാട് എന്താ പറയാ കമ്പനികൾ വേണം, പൊതുമേഖലയാണ് ശക്തമാവേണ്ടത് എന്നുള്ളൊരു നെറേഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ ആക്ച്വലി പൊതുമേഖലയിൽ നമുക്ക് ഒരുപാട് 135ഓളോ അതിൽ കൂടുതലോ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് സാധാരണ ഒരു വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് അല്ല. അതായത് എല്ലാ 135 സ്ഥാപനങ്ങളും കൂടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൽ എല്ലാവരും ലാഭം നഷ്ടം കൂടി നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്താണ് ഉണ്ടാവുന്നത്? നഷ്ടമാണ് ഉണ്ടാവുന്നത്. ഓക്കെ. അല്ലാതെ ലാഭമൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ചോദിക്കും, ഓക്കെ, ഇത് ലാഭം ഉണ്ടാക്കാൻ ഒരുപാട് സോഷ്യൽ സർവീസുകളും ഒക്കെ അല്ലേ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. സസ്റ്റൈനബിൾ ആവണ്ടേ, സെൽഫ് സസ്റ്റൈനബിൾ ആവണ്ടേ. ഉദാഹരണത്തിന് കേരള ട്രാൻസ്പോർട്ട് KSRTC നമുക്ക് ലാഭത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതില്ല. പക്ഷെ അതിനൊരു സെൽഫ് സസ്റ്റൈനബിലിറ്റി കിട്ടുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ. അതേപോലെ തന്നെയാണ് മിക്ക സ്ഥാപനങ്ങളും വലിയ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മൊത്തം ഖജനാവിൽ നിന്ന് ഈ പറഞ്ഞ പബ്ലിക് സെക്ടറിലേക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ്, അതല്ലാതെ ഇങ്ങോട്ട് നിന്നും പൈസ കിട്ടുന്നില്ല. നെറ്റ് പല കമ്പനികളും അവരെ കമ്പനി വിറ്റാൽ, അതിന്റെ മൊത്തം ക്യാപിറ്റൽ വിറ്റാൽ തന്നെ ആ നഷ്ടം നികത്താൻ പറ്റാത്ത അത്രയും വലിയ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ പബ്ലിക് സെക്ടർ കമ്പനികളും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ഈ നെറ്റ് ലോസ് ഉണ്ടല്ലോ, ഈ നെറ്റ് ലോസിൽ 61% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ കേരള സ്റ്റേറ്റ് സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് ആണ്. ഓക്കെ. മൊത്തം ഒരു 3000 രൂപ നഷ്ടത്തിലാണ് കിട്ടുക. അപ്പം അതിലൊരു 1800 രൂപ നഷ്ടം ഉണ്ടാക്കുന്നത് ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനാണ്. ഓക്കെ. അപ്പൊ വിചാരിക്കും, ഓക്കെ, ഇത്തരം നല്ല കാര്യങ്ങൾ, സോഷ്യൽ പെൻഷനൊക്കെ നല്ല കാര്യമില്ലേ? അപ്പോൾ പെൻഷൻ നല്ല കാര്യമാണ്. ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഒഴിവാക്കിയാലും ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ കമ്പനികൾ വലിയ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി പബ്ലിക് ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരുപാട് ലാഭം ഇല്ലെങ്കിൽ ഒരുപാട് ടാക്സ് അടയ്ക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഈ ടാക്സ് അടയ്ക്കുന്നതിൽ മൊത്തം 100 രൂപ പബ്ലിക് സെക്ടർ കമ്പനികളിൽ നിന്ന് ടാക്സ് വരുന്നുണ്ടെങ്കിൽ അതിലെ 97 രൂപയും വരുന്നത് ബീവറേജസ് കോർപ്പറേഷൻ എന്നാണ്. ഓക്കെ. ബാക്കി എല്ലാ കമ്പനികളും കൂടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെറും 3%. ഓക്കെ. ഈ നേരത്തെ കണ്ടല്ലോ, സെയിൽസ് ടാക്സ് അതുപോലെ വാറ്റ് ഇതൊക്കെ കുറച്ച് കൂടിയിരിക്കാൻ കാരണം ഈ ബീവറേജസിന്റെ സെയിൽസ് ടാക്സ് ആണ്. അത് എത്രയാണെന്ന് കൃത്യമായിട്ട് ബഡ്ജറ്റ് ഡോക്യുമെന്റിലൊന്നും കാണാൻ പറ്റില്ല. വേറെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അതെന്തായാലും ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരില്ല. ഓക്കെ.
അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ നെറ്റ് ബോറോവിങ് സീലിംഗ്, ഇതെന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് സ്വന്തമായിട്ട് കടം വാങ്ങാമെന്ന് ആർട്ടിക്കിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 293 എന്താ പറയാ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആ സ്വന്തം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതിന്റെ ഗ്യാരണ്ടിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് കടം വാങ്ങാം. എന്നാൽ അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാവുന്ന ചില റെസ്ട്രിക്ഷൻസ് ഈ അതേ ആർട്ടിക്കിളിൽ തന്നെ മൂന്നാമത്തെ ഭാഗം പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 293 മൂന്നാമത്തെ ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബോറോയിങ് ലിമിറ്റിന് അല്ലെങ്കിൽ അതിന്റെ കടം വാങ്ങുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് സെൻട്രൽ ഗവൺമെന്റിന് നടത്താവുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എന്താ പറയാ റെസ്ട്രിക്ഷൻസ് കേരള ഗവൺമെന്റിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്തു. അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ബഡ്ജറ്റ് ഓൾറെഡി ഉണ്ട്. ഓക്കെ, അതിൽ ഓൾറെഡി കടമുണ്ട്, ഫിസിക്കൽ ഡെഫിസിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൂടാതെ നമ്മൾ കിഫ്ബിന്ന് ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, കിഫ്ബിൽ ചെയ്യുമ്പോൾ കിഫ്ബിയുടെ റവന്യൂ സോഴ്സ് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, ബഡ്ജറ്റിൽ തന്നെയാണ്. കാരണം എന്താണ്, പെട്രോളിയം സെസ് എവിടേക്ക് വരിക, സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂവിലേക്കാ വരിക. മോട്ടോർ വെഹിക്കിൾ ടാക്സ് എവിടേക്കാ വരിക, അത് സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂവിലേക്കാണ് വരിക. അപ്പൊ ബഡ്ജറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ഈ പറഞ്ഞ കിഫ്ബിയിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അത് കിഫ്ബിയിലെ ബോറോയിങ് അപ്പൊ എന്തായിരിക്കണം, ആ സ്റ്റേറ്റിന്റെ ഈ മൊത്തം കടം എടുക്കുന്ന സംഖ്യയിലേക്ക് പെടുത്തണം എന്ന് ഗവൺമെന്റ് പറയും. അതിൽ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുകയും ചെയ്തു. ഓക്കെ, 2023 24 മൊത്തം നമ്മുടെ GSDP 3% മാത്രമേ നമുക്ക് കടമെടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു എന്താ പറയാ അപ്രൂവലാണ് നമുക്ക് കിട്ടിയത്. വെറും 3%. കേരള ഗവൺമെന്റ് അതിൽ കൂടുതൽ എടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇവിടുന്നാണ് ഈ 3% കിട്ടിയെന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, നെറ്റ് ബോറോയിങ് സീലിംഗ് 23-24 ഗവൺമെന്റ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇപ്പോഴും ആ റെസ്ട്രിക്ഷൻ നിലവിലുണ്ട്. നമുക്ക് 3% ആണ് കടമെടുക്കാൻ പാടുള്ളൂ. അത് 2025 ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 9 മാസത്തേക്ക് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡിസംബറിന് ശേഷം പിന്നെ എത്രത്തോളം കടം എടുക്കണോ വേണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ എത്ര അപ്രൂവൽ തരുന്നുള്ളത്, അത് ആ സമയമാകുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് പറയും. ഓക്കെ, അതും ഈ പറഞ്ഞ 3% ഉള്ളിലാണ്. GSDP 3% ഉള്ളിലാണ് നമ്മുടെ ഒരു വർഷം കടമെടുക്കാനുള്ള പണം. ഓക്കെ, NBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നെറ്റ് ബോറോയിങ് സീലിംഗ് ഓഫ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ റെഫേഴ്സ് ടു ദ ലിമിറ്റ് ഇമ്പോസ്ഡ് ഓൺ ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ ബോറോ ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ഇത് സെൻട്രൽ ഗവൺമെന്റ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു വർഷം എത്ര പണം എടുക്കാം, 3% കുറവ് എടുക്കണം GSDP. ഓക്കെ, അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പഠിക്കേണ്ട ഭാഗമാണ് FRBM ആക്ട് 2003 ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ്. ഇതൊക്കെ നമ്മുടെ എന്താ പറയുക റിസോഴ്സ് മൊബിലൈസേഷനെ ആക്ച്വലി റെസ്ട്രിക്ട് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്കിൽ ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും അപ്ലൈ ചെയ്യും. ഓക്കെ, ഇത് എന്താ പറയുക സെൻട്രൽ ഗവൺമെന്റിന്റെ ടാർഗറ്റുകൾ നോക്കാം. ഇത് 3%-നുള്ളിൽ നേരത്തെ പറഞ്ഞ അതേ 3%-നുള്ളിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ആവണം. GDP 3%-ന്റെ ഉള്ളിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് വേണം. റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാവാൻ പാടില്ല, കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ടാർഗറ്റ്. സെൻട്രൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 40% GDP 40% വരെ ആവാം, അതിന് മുകളിലേക്ക് പോകാൻ പാടില്ല. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇത് 15th ഫിനാൻസ് കമ്മീഷൻ കൊടുത്ത ടാർഗറ്റാണ്. ഇതേപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ് 3%-ൽ കൂടാൻ പാടില്ല GSDP. കണ്ടോ, എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് 3%-ൽ കൂടുതൽ കടമെടുക്കാൻ ഗവൺമെന്റിന് അനുവദിക്കാത്തതെന്ന് മനസ്സിലായില്ലേ? ഇത് ഒരു നോമാണ് ഈ 15th ഫിനാൻസ് കമ്മീഷൻ ഉണ്ടാക്കിയത്. സ്റ്റേറ്റുകൾ അവരുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് 3%-ക്കാളും GSDP 3%-ക്കാളും കൂട്ടാൻ പാടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ ഡെപ്റ്റ് GSDP റേഷ്യോ 20% ആക്കേണ്ടത്. ഓക്കെ, 2025-26 ഡെപ്റ്റ് GDP റേഷ്യോ 20% ആക്കണം സ്റ്റേറ്റ്. നമ്മളൊക്കെ വളരെ മുകളിലാണ്. അത് എത്രയാണെന്ന് കാണിച്ചു തരാം.
ഓക്കെ, നമുക്കൊന്ന് അതിന്റെ പരിസരത്ത് ഇതിന് ഏകദേശം ഡബിൾ ആയിട്ട് വരും. ഓക്കെ, അതേപോലെ തന്നെ ഒരു അഡീഷണൽ 0.5% ഓഫ് SGDP അലൗഡ് ആണ് പവർ സെക്ടർ, അതുപോലെ മറ്റ് ഫിസിക്കൽ റിഫോംസിന്. അത് എന്താണെന്നും കൂടി നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ കേരളത്തിന്റെ ടോട്ടൽ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. 2024-25 റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രകാരം റവന്യൂ ഡെഫിസിറ്റ് എത്രയായിരുന്നു? 2.29 ആയിരുന്നു. നമ്മളത് എത്രയാക്കിയിട്ടുണ്ട്? ഇപ്പോഴത്തെ ബഡ്ജറ്റ് 1.19 ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത വർഷങ്ങളിൽ എത്രയായിട്ട് കുറയ്ക്കുന്ന നമ്മൾ പറയുന്നത്? 26-27 1.74, 27-28 1.66. അതായത് റവന്യൂ ഡെഫിസിറ്റ് എത്രയാണ് ടാർജറ്റ്? 0 ടാർജറ്റ്. പക്ഷെ നമ്മൾ ഇപ്പൊ അടുത്ത കാലത്തൊന്നും ആ 0 എത്തില്ല എന്ന് ഗവൺമെന്റിന് ഉറപ്പുണ്ട്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാത്ത് നമ്മൾ കൊടുക്കുകയാണ്, ഒരു മിറ്റിഗേഷൻ പാത്ത്. ഓക്കെ, അതേപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് 3% ആവണം. ഓക്കെ, അത് ഈ കഴിഞ്ഞ വർഷം 3.5 എന്നാണ് പഠിക്കുന്നത്. ഈ വർഷം 3.16, 3.2 എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്ത വർഷത്തിൽ നമ്മൾ 3% ഫിക്സ് ചെയ്യും. ഓക്കെ, പിന്നത്തെ വർഷം 3%. അതായത് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ ടാർഗറ്റ് എത്രയാണ്? 3%. ഓക്കെ, അത് നമ്മൾ എപ്പോൾ അച്ചീവ് ചെയ്യും? അടുത്ത വർഷം മുതൽ അച്ചീവ് ചെയ്യും. ഓക്കെ, ഡെറ്റ് ടു GDP റേഷ്യോ ഇപ്പോൾ റിവേഴ്സ് എസ്റ്റിമേറ്റ് പ്രകാരം 34.22 ആണ്. ഓക്കെ, 2024-25. 2025-26 എത്രയാണത്? 33.7. ഓക്കെ, 2026 33.15, പിന്നെ അടുത്ത വർഷം 32.60 ആയിരിക്കും. ഇതിന്റെ ടാർഗറ്റ് എത്രയാ? 20 ആണ് കേട്ടോ. ഡെപ്റ്റ് ടു GSDP റേഷ്യോ 20% ആണ്. നമ്മൾ കാണാലോ എവിടെയാണ് കിടക്കുന്നത്, ഒരുപാട് കൂടുതലാണ് നമ്മുടെ പൊതു കടം എന്ന് പറയുന്നത്. ഇനി ഫിനാൻസ് കമ്മീഷന്റെ ഡെവല്യൂഷൻ, അതൊരു വലിയൊരു റിസോഴ്സ് ആണ്. നമുക്ക് അതിലെന്ത് മാറ്റങ്ങൾ വരുന്നു നോക്കാം. 14ാമത്തെ ഫിനാൻസ് കമ്മീഷൻ മൊത്തം സ്റ്റേറ്റുകൾക്കുള്ള ഡെവല്യൂഷൻ 42%, കേരളത്തിന് 2.5% ആയിരുന്നുള്ളത്. ഓക്കെ, എന്നാൽ 15ാമത്തെ ഫിനാൻസ് കമ്മീഷൻ വന്നപ്പോൾ മൊത്തം സ്റ്റേറ്റ് കൾക്കുള്ള ടാക്സ് 41% ആക്കി. ഇതുകൊണ്ട് സംസ്ഥാനങ്ങളിൽ യാതൊരു കുറവും വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ ആദ്യം സംസ്ഥാനമായിരുന്നു, അപ്പോൾ സംസ്ഥാനത്തിന് ഡെവല്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കേന്ദ്ര ഭരണ പ്രദേശമായി മാറി. അപ്പോൾ അത് സ്റ്റേറ്റിന് ഡെവല്യൂഷൻ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം 1% ഗവൺമെന്റ് വെച്ചിട്ട് ബാക്കി 41% കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെന്റുകൾക്ക് അതുകൊണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല എമൗണ്ടിൽ. ഓക്കെ, എന്നാൽ നമ്മുടെ കേരളത്തിന് എന്ത് പറ്റി? 2.5 ആയിരുന്നു 14ാമത്തെ ഫിനാൻസ് കമ്മീഷൻ തന്നിരുന്നത്. ഇപ്പോ ഈ പറഞ്ഞ 41%-ന് 1.12 വളരെ കുറവാണ് നമുക്ക് തരുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റും. പീരീഡ് 14ാം ധനകാര്യ കമ്മീഷന്റെ പീരീഡ് 2015 മുതൽ 20 വരെയും, 15ാം ധനകാര്യ കമ്മീഷന്റെ പീരീഡ് 2020 മുതൽ 26 വരെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോവിഡിന്റെ സമയത്ത് ഒരു വർഷത്തെ ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ വർഷം ഒരു ഇന്ററിം റിപ്പോർട്ട് കൊടുത്ത് അതിനുശേഷം പിന്നെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്ത് 21-26 ഓക്കെ, അപ്പൊ ഈ 15ാം ധനകാര്യ കമ്മീഷൻ 2020 മുതൽ 26 വരെ ഉണ്ട്. അതിനുശേഷമാണ് ഇനി 16ാം ധനകാര്യ കമ്മീഷന്റെ ഡെവല്യൂഷൻ ഫോർമുല വരുള്ളൂ. അരവിന്ദ് പനഗിരിയാണ് അതിന്റെ ചെയർമാൻ, അതറിയാലോ. ഇനി എന്തുകൊണ്ടാണ് ഈ റേറ്റ് ഷെയർ ഡ്രോപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ 14ാം ധനകാര്യ കമ്മീഷൻ വരെ 1971 ആയിരുന്നു. അതിലെ സെൻസസ് പോപ്പുലേഷൻ ആണ് എടുത്തിരുന്നത്. അതിൽ നമുക്ക് പ്രൊപ്പോർഷൻ കൂടുതലായിരുന്നു. എന്നാൽ 2011 സെൻസസ് എടുത്തപ്പോൾ നമുക്ക് അതിലെ പ്രൊപ്പോർഷൻ കുറയാം. മൊത്തം ജനസംഖ്യയുടെ എത്ര ശതമാനം എന്നുള്ളത് 1971 നോക്കുകയാണെങ്കിൽ 3.85 മറ്റോ വരുമായിരുന്നു. 2011 സെൻസസ് എടുക്കുകയാണെങ്കിൽ മൊത്തം ജനസംഖ്യയുടെ കേരളത്തിന്റെ പെർസെൻറ്റേജ് 3-ൽ താഴെയായി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പെർസെൻറ്റേജും കുറഞ്ഞു. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്ത് കുറവായിരുന്നു, അതുകൊണ്ട് ഇത് കുറവായി തന്നു. പിന്നെ നമ്മുടെ എന്താ പറയാ
നല്ല ഒരു വേഴ്സ്ഡ് സ്റ്റേറ്റ് ആണ്. ഇൻസെന്റീവ്സ് ടു ദ സ്റ്റേറ്റ് വിത്ത് പൂരർ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ റാങ്ക് ഈ ഹെൽത്തില്, എഡ്യൂക്കേഷനില്, ഫെർട്ടിലിറ്റി റേറ്റില് ഒക്കെ കൂടുതലാണ്. ഇതൊക്കെ എന്താണ്, അതൊക്കെ നമുക്ക് തിരിച്ചടിയായിട്ട് നമുക്ക് കുറഞ്ഞു. നമുക്ക് മാത്രമല്ല പല സംസ്ഥാനങ്ങളും ഇതുപോലെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച പല സംസ്ഥാനങ്ങൾക്കും നേരെ വിപരീതമായിട്ടുള്ള ഒരു ഡെവല്യൂഷനാണ് ഗവൺമെന്റ് ഇത്തവണ തന്നത്. ഓക്കെ, പിന്നെ ഈ 15ാം ധനകാര്യ കമ്മീഷനിൽ കുറച്ച് സ്പെഷ്യൽ നോട്ട്സുകൾ ഉണ്ടായിരുന്നു. അത് ഒന്ന്, കേരള ഈസ് എലിജിബിൾ ഫോർ റീഫോം ലിങ്ക്ഡ് ബോറോവിങ്. അതായത് ഈ നമ്മളറിയാലോ നെറ്റ് ബോറോവിങ് സീലിംഗ് എത്രയായിരുന്നു? 3% GST. അത് കൂടാതെ ഒരു 0.5% കൂടി നമുക്ക് കടമെടുക്കാം. അതിന് കേരള എലിജിബിൾ ആണ്. അത് എല്ലാത്തിനും അല്ല, റീഫോം ലിങ്ക്ഡ് ബോറോവിങ്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള റീഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു പെർട്ടിക്കുലർ കോട്ട അപ്രൂവൽ ഉണ്ട്, അത്രയും പൈസ കിട്ടും. ഓക്കെ, നമ്മൾ അത് അങ്ങനെ നേടിയെടുത്തു. ഈസ് ഓഫ് ഡൂയിങ്ങിന് നമ്മൾ നേടിയെടുത്തു. അതുപോലെ തന്നെ പവർ സെക്ടറിന് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് എത്രയൊന്നും നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതുപോലെ തന്നെ റിസീവ്ഡ് ഡിസാസ്റ്റർ റിലീഫ് ഗ്രാന്റ് 2018 ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസാസ്റ്റർ റിലീഫിന് അർഹതയുണ്ടെന്ന് പറയും. നമുക്ക് അതിനുള്ള ഫണ്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഈ റിഫോംസ് നോക്കുകയാണെങ്കിൽ നോക്കുക 4 പോയിന്റുകൾ. 1 നേഷൻ 1 റേഷൻ കാർഡ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റീഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തോട്ടെ. ഈസ് ഓഫ് ഡൂയിങ് അർബൻ ലോക്കൽ ബോഡി യൂട്ടിലിറ്റി റിഫോംസ് അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പവർ സെക്ടർ റിഫോംസ് ഇതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനുള്ള അഡീഷണൽ ബോറോവിങ് ലിമിറ്റ് നമുക്ക് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് പൊതുവെ പറയാനുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ വർഷം 2022-23 വർഷത്തെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ കേരളത്തിന്റെ സ്ഥാനം നമുക്കറിയാം. പൊതുവെ എല്ലാവർക്കും അറിയാം, സാമ്പത്തികമായിട്ട് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് നമ്മളുള്ളത്. മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ നമ്പർ 1 ആയിരിക്കെ തന്നെ സാമ്പത്തിക മാനേജ്മെന്റ് വലിയ പ്രശ്നമാണ്. നമ്മുടെ സ്ഥാനം മൊത്തം 18 സംസ്ഥാനങ്ങളിൽ 15ാമത്തെ സ്ഥാനമാണ്. നമുക്ക് തൊട്ട് താഴെയുള്ള സംസ്ഥാനങ്ങളാണ് വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ഏറ്റവും മോശം പഞ്ചാബ്. ഓക്കെ, അറിയാലോ, ഒഡീഷ, ഛത്തീസ്ഗഡ് ഇവരൊക്കെ 1ാം സ്ഥാനത്താണ്. ജാർഖണ്ഡ് ഇവരൊക്കെ 1ാം സ്ഥാനത്ത് വരാൻ കാരണം ഇവർക്കൊക്കെ ഈ മൈനിങ് ചെയ്തിട്ടുള്ള റോയൽറ്റി, അതിൻ്റെയൊക്കെ മൈനിങ്ങിന്റെ റോയൽറ്റി നല്ല ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതില് വേറൊരു കാര്യം കൂടി നമുക്ക് ഇതിൽ പല ഘടകങ്ങളാണ് നോക്കുന്നത്. ഒന്ന് ക്വാളിറ്റി ഓഫ് എക്സ്പെൻഡിച്ചർ, രണ്ടാമത്തെ റവന്യൂ മൊബിലൈസേഷൻ, മൂന്നാമത്തെ ഫിസിക്കൽ പ്രൂഡൻസ്, അടുത്തത് ഡെപ്റ്റ് ഇൻഡെക്സ്. ഓക്കെ, പിന്നെ അതുപോലെ ഡെപ്റ്റ് സസ്റ്റൈനബിലിറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതിൽ പോയിന്റ് വെച്ചിട്ടാണ് ടോട്ടൽ FHI സ്കോർ, അതായത് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് സ്കോർ ഇടുന്നത്. കേരളത്തിൽ ഇതിൽ ആകെ കൂടി പറയാനുള്ള ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റവന്യൂ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഹെഡില് ഫ്രണ്ട് റണ്ണറാണ്. ഓക്കെ, ഫ്രണ്ട് റണ്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റഗറിയാണ്. അത് ഏറ്റവും ടോപ്പിലല്ല, ഒരു ഫ്രണ്ട് റണ്ണർ കാറ്റഗറിയിലാണ് നമ്മളുള്ളത്. ഏതില്? റവന്യൂ മൊബിലൈസേഷൻ. മൊത്തം സ്കോറിൽ നമ്മൾ ആസ്പിറേഷണൽ ആണ്, അപ്പോൾ ഏറ്റവും മോശമാണ്. അത് റാങ്ക് 15. ഓക്കെ, ഇതാണ് റാങ്ക്. ഏറ്റവും ടോപ്പ് ഒരു 5 സംസ്ഥാനങ്ങളെ അച്ചീവേഴ്സ് എന്നും, ഏറ്റവും ടോപ്പ് അതിൽ ശേഷം പിന്നെ ഒരു 5 സംസ്ഥാനങ്ങളെ ഫ്രണ്ട് റണ്ണർ എന്ന് പറയും, അതിലും നമ്മളില്ല. പിന്നെ പെർഫോമർ എന്ന് പറയും, അതിലും നമ്മളില്ല. ആസ്പിറേഷനിലാണ് നമ്മളുള്ളത്. ഓക്കെ, ഇത്രയാണ് റിസോഴ്സ് മൊബിലൈസേഷനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ സംശയങ്ങളോ നിങ്ങൾക്ക് യൂട്യൂബിൽ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.